ഹലോ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താട്ടോ കമൻറ്റ് ബോക്സിൽ. പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ കയറിയ ബസ്സിൽ ഓട്ടോമാറ്റിക് ഡോറാണ്. അപ്പോൾ ഡോറ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതിൽ കയറിയ ഒരു യാത്രക്കാരി ആ ബസ്സുകാരോട് കണ്ടക്ടറോട് ചോദിച്ചു, ഇതുപോലെ കംപ്ലൈൻ്റ് ആയ ഡോറുമായിട്ട് എന്തിനാണ് ബസ് ഡോറിലിറക്കിയത്, റോഡിലിറക്കിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചതിനെ തുടർന്ന് ക്ലാഷായി. അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന സ്ഥിരം യാത്രികരായിരിക്കണം കുറച്ച് സ്ത്രീകളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആ സ്ത്രീയെ നാക്കുകൊണ്ട് ഇവക്കിത് എന്തിൻ്റെ കേടാണ്, ഇവള് വെറുതെ രാവിലെ വഴക്കുണ്ടാക്കാൻ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നത് ഞാൻ കേട്ടു. ഈ പറയുന്ന ഞാനുൾപ്പെടെ നാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, ഇവർക്ക് ഉണ്ടായിരുന്നൂടെ എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷേ ഈ അടുത്തിടെയായിട്ട് റോഡിൽ തെറിച്ച് വീണ ബസ്സിൽ നിന്ന് തെറിച്ച് വീഴുന്നതും കണ്ടക്ടേഴ്സ് പിടിക്കുന്നതും തെറിച്ച് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ കുറേ കണ്ടു. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് കണ്ട വീഡിയോയിൽ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇവൾ തെറിച്ച് പോകുമ്പോൾ കണ്ടക്ടർ കയറി പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാനൊന്ന് വായിച്ചപ്പോൾ കണ്ടത് പറഞ്ഞാൽ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കയ്യിൽ മൊബൈലും മറ്റേ കയ്യിൽ ഹാൻഡ് ബാഗുമാണ്. മറ്റേ പിടിക്കുന്ന ബാഗുണ്ടല്ലോ, ഷോൾഡർ ബാഗല്ല, ഹാൻഡ് ബാഗായിരുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബസ്സിൽ കയറുന്ന ആരുടെ കയ്യിൽ നോക്കിയാലും മൊബൈൽ ഉണ്ടാവും. അപ്പോൾ പിടുത്തം കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല എന്ന് കുറേ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി കുറേ കമൻറ്റുകൾ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബസ്സിൽ നിൽക്കുന്ന ആൾക്കാരോടാണ്. രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണം. ബസ്സുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ബസ്സുകാരും ശ്രദ്ധിക്കണം. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് തന്നെ റോഡിൽ ബസ് ഇറക്കണം എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ പോസിബിൾ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിയമം ഒരു വഴിയേ പോവും, സ്വാധീനമുള്ളവർ എന്തും ചെയ്യും എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ യാത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ദൈവത്തോർത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ പിടിക്കാതിരിക്കുക. എന്തെങ്കിലും, അതായത് ഗ്രിപ്പ് കിട്ടത്തില്ല അല്ലെങ്കിൽ പിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ സീറ്റിലിരിക്കുന്നവരുടെ കയ്യിലോ കൊടുത്തിട്ട് മാത്രം നിൽക്കുക. അപ്പോൾ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടാലും എവിടെയെങ്കിലും ചെന്ന് പിടിച്ചാലും നമുക്കൊരു 2 കമ്പിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും 2 കൈ കൊണ്ട് ബലമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിൽ വേണം ബസ്സിനകത്ത് നിൽക്കാൻ. ബസ്സിന് പുറത്തേക്ക് മാത്രമല്ല, ബസ്സിനകത്തും വന്ന് വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബസ്സിനകത്തേക്കും പുറത്തേക്കും വീഴാതിരിക്കാൻ നമ്മളുടെ കൈ ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ബി കെയർഫുൾ. ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ കാണാം കേട്ടോ. ബൈ.